ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ സൺഡേ വീഡിയോ ആണ് കേട്ടോ. ഇത് പോസ്റ്റ് ചെയ്യാൻ ഇത്തിരി ലേറ്റായി. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കുറച്ച് എന്താ പറയുക, നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന പോലെ തന്നെ ഹോസ്പിറ്റൽ പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നിതാ ഒരു സൺഡേ ആയതുകൊണ്ട് കുറച്ച് നേരം കൂടുതൽ കിടന്നുറങ്ങി. എന്നിട്ട് പിന്നെ കുറച്ച് ബീഫും നമ്മൾ സാധാ അരി അരച്ച ദോശയാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് അത് തന്നെയാണ് ഏറ്റവും ഫേവറേറ്റ് കുട്ടികൾക്കാരും ചെറിയ മോനിക്കായാലും. അപ്പോൾ അത് തന്നെയാണ് അധികം ഉണ്ടാക്കാറുള്ളത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ തറവാട് വീടും എൻ്റെ വീടും സെയിം കമ്പൗണ്ടിലാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇനി കുറച്ച് ദിവസം തറവാട് വീട്ടിലാണ് കേട്ടോ താമസിക്കുന്നത്. അവിടെ ഇപ്പം എൻ്റെ പാരൻസ് ഇല്ലാത്തതുകൊണ്ട് വീട് അടച്ചിടുമ്പം വീട് നന്നായിട്ട് എന്താ പറയുക ചെതലൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ഇനിയിപ്പോൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കിച്ചണല്ല കാണുന്നത്, സാഹിർ സുക്കൂണിലെ കിച്ചണല്ല കേട്ടോ നിങ്ങൾ കാണുന്നത് എൻ്റെ തറവാട്ട് വീട്ടിലെ കിച്ചണാണ്. അപ്പോൾ ഇതാ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. മക്കളെ കൊണ്ട് വേഗം ഒന്ന് ഇറങ്ങാണ്. സംഭവത്തിൽ ഞാൻ ചിരിക്കുകയാണെങ്കിലും നല്ല പെയിൻ ഉണ്ട് കേട്ടോ കഴുത്തിന്. അതുപോലെ എന്താണെന്ന് പറയാം, എൻ്റെ കയ്യിലേക്ക് നല്ല പെയിൻ ഇറങ്ങിയിട്ടുണ്ട് ഷോൾഡറിൽ നിന്ന്. അപ്പോൾ കയ്യിലൊരു ഡ്രസ്സ് പോലും എടുത്ത് കയ്യിൽ പിടിക്കുന്ന സമയത്ത് നല്ല പെയിൻ ഉണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ ഹൈവേ ഒക്കെ വന്നതുകൊണ്ട് നല്ല റോഡാണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ നമ്മൾ ചെറുവത്തൂരിൽ നിന്ന് കാനങ്ങാട് അതിലേക്ക് പോകുന്നത് ഹൈവേ, കൊച്ചി പനവേൽ ഹൈവേയിൽ കൂടിയിട്ട് തന്നെയാണ് പോകുന്നത്. സംഭവം നല്ല ഈസിയാണ്. കാനങ്ങാട് ഒന്നാമത് റോഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഉള്ള റോഡാണ്. നമ്മൾ അബുദാബിയിലൊക്കെ പോകുന്നൊരു ഫീൽ പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. പയ്യന്നൂരൊക്കെ പോവുകയാണെങ്കിൽ ദുബായി പോകുന്ന പോലെയാണ്. ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയല്, നമ്മൾ യു എ നമ്മൾ വിട്ട് വന്നാലും ഇവിടെയാണ് നമ്മൾ ദുബായും അബുദാബി എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് അവരുടെ തമാശയായിട്ട്. അപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ കുട്ടികൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മുമ്പും കുട്ടികളോട് സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം നെക്സ്റ്റ് ഡേ അവർക്ക് സ്കൂളിൽ എന്തോ ഒരു ഇതുണ്ട്, അപ്പോൾ ഓഫുണ്ട്. അപ്പോൾ അത് കാരണം അതിനെ കുറിച്ചിട്ടും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇപ്പം തന്നെ നമ്മൾ കാനങ്ങാട് എത്താനായിട്ടോ. ഇനിയിപ്പം ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്ന സ്പോട്ടൊന്ന് തിരഞ്ഞു നോക്കണം. അപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് എത്തി. ഈ സിറ്റി നഴ്സിംഗ് ഹോം നോർത്ത് കോട്ടച്ചേരി എന്ന് പറഞ്ഞാൽ കാനങ്ങാടുള്ളൊരു സ്ഥലത്തിലാണ് ഡോക്ടറുള്ളത്. അപ്പം ചെറിയ ആൾ വണ്ടി കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ട് അവൻ ഇപ്പോഴും ഉറങ്ങണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം വാട്ട് ടു ഡു ഗൈസ്, അവൻ പറഞ്ഞു ഇപ്പോൾ ഉറങ്ങണ്ട മോനെ, നമുക്ക് കുറച്ച് നേരം ഹോസ്പിറ്റലിൽ ഇരിക്കാമെന്ന്. പക്ഷേ വിചാരിച്ചതിലും കൂടുതൽ സമയം ഇവിടെ എടുത്തു. കാരണം ഡോക്ടർ കണ്ടപ്പം തന്നെ പറഞ്ഞു ഒരു എക്സ്റേ എടുക്കേണ്ടി വരും. സെർവിക്കൽ, കഴുത്തിലുള്ള സെർവിക്കൽ അങ്ങനെ പറഞ്ഞത്. അപ്പം ജസ്റ്റ് ഒന്ന് ആ ഭാഗത്ത് ഒന്ന് എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേൻ്റെ റിപ്പോർട്ടിന് പെട്ടെന്ന് കിട്ടി. പക്ഷേ ബ്ലഡ് റിപ്പോർട്ട് കിട്ടാൻ ലേറ്റായി. ബ്ലഡ് റിപ്പോർട്ട് അവർ പറഞ്ഞത് ESR ടെസ്റ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുന്ന ഇടയിൽ കുട്ടികൾക്ക് നല്ല വിശപ്പ് വന്നു. അപ്പോൾ അതിനടുത്ത് തന്നെയാണ് ഈ ഐഡിയൽ ബേക്കറി ഉള്ളത്. അപ്പോൾ അവിടെ ഞാൻ അഫ്ലത്തും കണ്ടു. അഫ്ലത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മുംബൈയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. അപ്പോൾ അത് കണ്ടപ്പോൾ അത് കുറച്ച് വഞ്ചുള്ളൂ, ഒരു 1/4 കിലോ. ഷുഗർ കഴിച്ച് നല്ല തടി കൂടുന്ന, അല്ലെങ്കിൽ എന്നെ തടിയാണ്, അതിൻ്റെ മേലെ തടി കൂടുന്നുള്ള കംപ്ലയിൻറ്റ് കാരണം ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഇപ്പോൾ ഇതാ ഒരു കല്ലുമ്മക്കായി ഞാൻ വിചാരിച്ചു നല്ല അടിപൊളിയായിരിക്കുമെന്ന്. പക്ഷേ പ്രതീക്ഷിച്ചത്രയൊന്നുമില്ല. വെറും ആ പുട്ട് മാത്രമാണ്. കല്ലുമ്മക്കായി എവിടെയാണെന്നുള്ളത് ഞാൻ തിരഞ്ഞു നോക്കിയിട്ടും കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ഇതാ സമൂസ മോൻ പറഞ്ഞ കെച്ചപ്പൊക്കെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞത് വേണ്ട, നീ സാധാ രീതിയിലൊന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് വേഗം പോവാ ഡോക്ടറിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ വിടണമല്ലോ. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയത്, നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു അരമണിക്കൂറിന് മേലെ ഡ്രൈവുള്ള സ്ഥലമാണല്ലോ കാനങ്ങാട്. അപ്പോൾ രാത്രി ആകുമ്പം നല്ല പാടുമാണ് പോകാൻ വേണ്ടിയിട്ട്, ട്രാഫിക്കൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഞാൻ മോനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മോനാണെങ്കിൽ ചോക്ലേറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുകയാണ് എനിക്ക് തരുമോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, മോൻ തന്നെ കഴിച്ചോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എല്ലാവരും കൂടിയിട്ട് നേരെ പോവാണ് അങ്ങോട്ട്. വേണ്ട ബേബി കഴിച്ചോ, മമ്മക്ക് വേണ്ട, നമ്മൾ വെറുതെ ചോദിച്ചതാ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്, എക്സ്റേ റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ചു ഗൈസ്. സെർവിക്കൽ സ്പോണ്ടിലിസിസ് എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ഇത് സാധാരണ പ്രായവർക്കൊക്കെ വരുന്നതെന്നാണ് കേൾക്കുന്നത്. പക്ഷേ എനിക്ക് എന്തുകൊണ്ട് വന്നെന്നുള്ള ഇപ്പോൾ ഒരാഴ്ചത്തെ ടാബ്ലറ്റൊക്കെ തന്നിട്ടുണ്ട്. ബ്ലഡിൽ ESRൻ്റെ ലെവലും കുറച്ച് കൂടുതലാണ്. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചു വേഗം ഒരു ദോശൻ്റെ മാവിൻ്റെ പാക്കറ്റ് വാങ്ങിക്കാം. സാധാരണ ഞാൻ ദോശൻ്റെ മാവിൻ്റെ പാക്കറ്റ് വാങ്ങാറില്ല, കാരണം എനിക്കതത്ര ഇഷ്ടപ്പെടാറില്ല. പിന്നെ ഇപ്പം വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ പിന്നെ വേഗം അതും വാങ്ങിച്ചു. പിന്നെ ഒരു ചട്നി ഉണ്ടാക്കിയാൽ മതിയല്ലോ രാവിലെ. ഇതൊരു എക്സ്പ്രസ് സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അത് വാങ്ങിച്ചിട്ട് വേഗം ഇറങ്ങി.
ഇനിയിപ്പോൾ ഇതാ ഫുഡിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യും, ഫുഡ് പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ല. നമ്മൾ നേരെ ലോലിനോളിൽ കയറി, ചെറുവത്തൂർ ലോലിനോളിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക ചിക്കൻ ഡൈനമൈറ്റ്, പിന്നെ അങ്ങനെ ഒരു റാപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു. പിന്നെ ഒരു ഫലൂദ വാങ്ങിച്ചു. എല്ലാവർക്കും കൂടിയിട്ട് ഒറ്റ ഫലൂദ തന്നെ വാങ്ങിയത്. കാരണം 2 പേർക്കും നല്ല കോൾഡ് ഉണ്ട്. അപ്പം എല്ലാവർക്കും കൂടി സെപ്പറേറ്റ് ആയിട്ട് വാങ്ങണ്ട എന്നുള്ള ഇതിൽ നിൽക്കുകയാണ്. അപ്പം മോനൊന്ന് മാനേജ് ചെയ്യാൻ നല്ല പാടാണ് കേട്ടോ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ അടുത്ത് അവൻ നല്ല മാനേജബിളാണ്. പക്ഷേ ഇവിടെ എൻ്റെ കൂടെ എത്തുമ്പോൾ ഈ 3 ബോയ്സിനെയും കൊണ്ട് നടക്കുമ്പോൾ ഞാൻ നല്ല ടെൻഷനാണ് കേട്ടോ. പക്ഷേ ബ്രദേഴ്സിൻ്റെ അടുത്താണെങ്കിൽ അവൻ അവൻ്റെതായ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നടത്തണം. അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഫലൂദയാണ് ആദ്യം വന്നത്, റോയൽ ഫലൂദ. സംഭവം കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലോലിനോളിൽ കുഴപ്പമില്ല. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് അത്ര വലിയ ഹാപ്പി ആയിരുന്നില്ലായിരുന്നു. അവരുടെ ഫുഡിൻ്റെ ടേസ്റ്റൊന്നും വലിയൊരു സുഖമായിട്ട് എനിക്ക് തോന്നില്ല. സ്പെഷ്യലി ചിക്കൻ ഡൈനമായിട്ടൊന്നും വലിയൊരു ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളൊരു സെറ്റ് പാനിപ്പൂരി വാങ്ങിച്ചു. പാനിപ്പൂരി മോശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാം. സാധാരണ രീതിയിൽ നമ്മൾ ബ്രഷൊക്കെ ചെയ്തിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ തന്നെയാണ്. കാരണം ടാബ്ലറ്റ് ഉണ്ട്. അപ്പോൾ ടാബ്ലറ്റ് നല്ല ക്ഷീണം ഉണ്ടാവും. അതുകൊണ്ട് വേഗം തന്നെ കിടക്കണം എന്നുള്ള ഇത് തന്നെ. ടയേർഡായിരിക്കുകയാണ് ഈ യാത്രയും ചെയ്തിട്ട്. പിന്നെ കൈ നല്ല പെയിനും ഇറങ്ങി. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്തി. അഫ്ലദൂന്നൊക്കെ ഒന്ന് കഴിച്ചതിന് ശേഷം തന്നെ ബ്രഷ് ചെയ്യാമെന്നുള്ള ഇതിലാണ്. അപ്പോൾ അഫ്ലദൂനൊക്കെ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ ഓരോ സബ്സ്ക്രിപ്ഷൻസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ സേഫ്. ടേക്ക് കെയർ. ബൈ.